നമ്മുടെ അസ്വസ്ഥമായ ലോകത്ത് സഹോദരീ സഹോദരന്മാരെ, വിശ്വസ്തർ പോലും ഗുളികകളിലും സ്ക്രീനുകളിലും അനന്തമായ ശ്രദ്ധാശൈഥല്യങ്ങളിലും വിശ്രമിക്കുന്നു. പിരിമുറുക്കങ്ങൾ നമ്മെ എല്ലാ വഴികളിലൂടെയും വലിച്ചിഴയ്ക്കുന്നു. എന്നാൽ യഥാർത്ഥ സമാധാനം രക്ഷപ്പെടുന്നതിലല്ല, മറിച്ച് നിശബ്ദതയിൽ ആശ്രയിക്കുന്നതിലാണെങ്കിലോ? യോസേപ്പ് സ്വപ്നം കാണുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന മത്തായിയുടെ സുവിശേഷം പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ജോസഫിന്റെ ശാന്തമായ ശക്തിയിലൂടെ നമുക്ക് വചനം കേൾക്കാം. അതെ, വിശ്രമം തേടുന്ന ഒരു ലോകം, പക്ഷെ അത് കണ്ടെത്തുന്നില്ല, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ. ജോസഫ് എങ്ങനെയാണ് സ്വന്തം നില കണ്ടെത്തിയത്? യോസേപ്പിന്റെ സമാധാനം വിശ്വാസത്തിൽ നിന്നാണ് വന്നത്, ക്രോച്ചസിൽ നിന്നല്ല. മറിയയുമായി വിവാഹനിശ്ചയിക്കപ്പെട്ട അപവാദവും ദിവ്യരഹസ്യവും നേരിട്ട അദ്ദേഹം ഉത്കണ്ഠ മരവിപ്പിച്ചില്ല. അദ്ദേഹത്തിന് ഉറക്ക സഹായങ്ങളൊന്നുമില്ല. ദൈവത്തിന്റെ ദൂതനിൽ മാത്രം ആശ്രയിക്കുക. ദാവീദിന്റെ മകനായ ജോസഫേ, ഭയപ്പെടേണ്ട. അദ്ദേഹത്തിന്റെ പ്രതിവിധി: കീഴടങ്ങുക. ശൈത്യകാലത്ത് ഉറങ്ങിക്കിടക്കുന്ന വൃക്ഷത്തെപ്പോലെ, നഗ്നവും നിശ്ചലവും, എന്നാൽ മഞ്ഞിനടിയിൽ ആഴത്തിൽ ജീവനോടെയും വേരുകളാൽ ജീവനോടെയും, വസന്തത്തിന്റെ വിളിക്കായി കാത്തിരിക്കുന്നു. ജോസഫിന്റെ നിശബ്ദത രക്ഷപ്പെടലല്ല, അത് ഒരുക്കമായിരുന്നു. ഒരു ഉറങ്ങുന്ന മരം, ശക്തമായ പ്രതിച്ഛായ. മരിച്ചിട്ടില്ല, പക്ഷേ സമനിലയിലാണ്. ഞങ്ങൾ തണുപ്പിൽ ചഞ്ചലപ്പെടുന്നു. കൃത്യമായി രാമായണത്തിലെ കുംഭകർണനെ താരതമ്യം ചെയ്യുക. 6 മാസം തുടർച്ചയായി ഉറങ്ങിയ, നിഷ്ക്രിയനും ആർത്തിയുമുള്ള ആ ഭീമൻ. അവന്റെ ഉറക്കം ജഡത്വമായിരുന്നു, ഒരു ശാപമായിരുന്നു. ജോസഫിന്റെയോ സജീവമായ ജാഗ്രത. സങ്കീർത്തനം 130 കാവൽക്കാരനെപ്പോലെ നിശബ്ദതയിൽ ആത്മീയമായി ഉണർന്നിരിക്കുന്നു. ഞാൻ കർത്താവിനായി കാത്തിരിക്കുന്നു, എന്റെ ആത്മാവ് കാത്തിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 130:5-6. ദൈവം അവനെ ഉണർത്തുമ്പോൾ തയ്യാറാണ്, മറിയയെ സംരക്ഷിക്കാൻ, ഈജിപ്തിലേക്ക് ഓടിപ്പോകാൻ, വീട്ടിലേക്ക് മടങ്ങാൻ. മറക്കാൻ കുംഭകർണൻ ഉറങ്ങുന്നു, ഓർമ്മിക്കാൻ ജോസഫ് വിശ്രമിക്കുന്നു. പഴയ നിയമത്തിൽ എന്താണ് പ്രതിധ്വനിക്കുന്നത്? ഉൽപ്പത്തിയിലെ സമാന്തരം കേൾക്കുക. പഴയ നിയമ യോസേപ്പ് അടിമത്വത്തിലേക്ക് വിൽക്കപ്പെട്ടു, തടവിലാക്കപ്പെട്ടു, എന്നാൽ സ്വപ്നങ്ങളാൽ നയിക്കപ്പെട്ടു. വ്യാഖ്യാനങ്ങൾ ദൈവത്തിൻ്റേതല്ലേ? ഉൽപ്പത്തി 40:8. 2 യോസേപ്പുകളും ഉറക്കത്തിലെ ദിവ്യമന്ത്രിപ്പുകളിലൂടെ അനിശ്ചിതത്വത്തെ മറികടക്കുന്നു. ഒരാൾ ഈജിപ്തിനെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കുന്നു, മറ്റൊരാൾ പാപത്തിൽ നിന്ന് നമ്മുടെ രക്ഷകനാണ്. പരീക്ഷണങ്ങളിലൂടെ ദൈവത്തിന്റെ പദ്ധതിയിൽ വിശ്വസിക്കുന്നത് അളക്കാനാവാത്ത അനുഗ്രഹങ്ങൾ നൽകുന്നു. കർത്താവ് യോസേപ്പിനൊപ്പമുണ്ടായിരുന്നു. ഉൽപ്പത്തി 39:2. അതുപോലെ യേശുവിന്റെ വളർത്തുപിതാവിനോടും. 2 യോസേപ്പുകൾ, വിശ്വാസത്തിന്റെ ഒരു നൂല്. കുഴപ്പങ്ങളിലൂടെ ദിവ്യ GPS ആയി സ്വപ്നങ്ങൾ. ഇന്ന് ദൈവം നമ്മെ അതേ ആത്മീയ ജാഗ്രതയിലേക്ക് വിളിക്കുന്നു. ജോലിസ്ഥലത്തോ കുടുംബത്തിലോ നിശബ്ദ സംശയങ്ങളിലോ നിങ്ങളുടെ പിരിമുറുക്കങ്ങളിൽ വിശുദ്ധ ജോസഫിനെപ്പോലെ ആയിരിക്കുക. വചനത്തിന് തുറന്നിരിക്കുക, നിശബ്ദതയിൽ ആശ്രയിക്കുക, എഴുന്നേൽക്കാൻ തയ്യാറാവുക. ഭയത്തോടെയല്ല, വിശ്വാസത്തോടെ. യെശയ്യാവ് വാഗ്ദാനം ചെയ്യുന്ന പോലെ, തിരിച്ചുവന്ന് വിശ്രമിക്കുന്നതിലൂടെ നിങ്ങൾ രക്ഷിക്കപ്പെടും. ശാന്തതയിലും വിശ്വാസത്തിലും നിങ്ങളുടെ ശക്തിയായിരിക്കും. യെശയ്യാവ് 30:15. കർത്താവേ, ഞങ്ങളെ നിഷ്ക്രിയ ഉറക്കത്തിൽ നിന്നുണർത്തണമേ. ജോസഫിന്റേതുപോലെ ഞങ്ങളുടെ മൗനത്തെ സജീവ വിശ്വാസമാക്കണമേ. ആമേൻ. നമുക്കതിൽ ജീവിക്കാം, ഇനി ഉറങ്ങാതിരിക്കാം, ദൈവരാജ്യത്തിനായി ഫലം കായ്ക്കാം. Thank you for watching.